ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ജ്യൂസ് വേൾഡ്. ഇന്ന് ചപ്പാത്തിയുടെ കൂടെയും പൊറാട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകുന്ന റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത്. അപ്പം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഒനിയൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 മീഡിയം സൈസ് സവാള ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഭയങ്കര നൈസായിട്ട് തന്നെ കട്ട് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് നമുക്ക് ഇത് മൊത്തമായിട്ടൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. നമ്മൾ ഹൈദരാബാദി ബിരിയാണിക്ക് അതുപോലെയൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പം വഴണ്ട് പോവല്ല വേണ്ടത്, നമുക്ക് ഫ്രൈ ആക്കി കിട്ടാൻ കേട്ടോ. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതാ ഈ ഒരു കറക്റ്റ് കളറിലാകുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഇനി നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഈ ഒരു ഓയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇത് പക്ഷേ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മൊത്തമായിട്ട് ആവശ്യമില്ല. അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് പിന്നീട് എന്തിനെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഉള്ളി വറുത്ത് കോരിയതുകൊണ്ട് തന്നെ നെയ്ച്ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി കറിക്ക് ആവശ്യത്തിനുള്ള ഓയിൽ മാത്രം വെച്ചതിന് ശേഷം ഓൾറെഡി ഇത് ചൂടായിരിക്കണമല്ലോ. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്താലും പേസ്റ്റ് ആയാലും ഒന്നും കുഴപ്പമില്ല, ഞാൻ ചതച്ചെടുത്താണ്. അപ്പോൾ അതിൻ്റെ പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ ഒരു കൈപ്പിടി നിറയെ ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള 2 തക്കാളിയും കൂടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരിയും അതുപോലെ സാധാരണ മുളകും കൂടി മിക്സ് ആക്കിയതാണ് കേട്ടോ. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഈ ഒരു ഓയിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ ഓയിലിൽ ജസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ അതിനിത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ അല്ലാതെ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇടുകയാണെങ്കിൽ നല്ലൊരു കളർ നമ്മുടെ കറിക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി നല്ലപോലെ ഈ ഒരു തക്കാളിയൊക്കെ ആയിട്ട് ഈ മസാലപ്പൊടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പം മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നല്ല തിളച്ച കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് കുക്കായി കിട്ടാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കൂടുതലായി പോകണ്ട. ഓൾറെഡി ചിക്കനിൽ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പം ഒന്ന് കുക്കായി കിട്ടാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചിക്കനിലേക്കൊക്കെ ഒന്ന് മിക്സാക്കി കിട്ടുന്നത് വരെ നല്ലതുപോലെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ച് വേവിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മസാലപ്പൊടിയും ചിക്കനൊക്കെ ആയിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചും കൂടി ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഒരു 10 മിനിറ്റോളൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ കുക്കായി കിട്ടും. അടിച്ച് വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഒനിയനും കൂടി കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 3-4 ഗ്രീൻ ചില്ലി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു കൈപ്പിടി നിറയെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി 2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ മസ്റ്റായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു ഐറ്റം ആഡ് ചെയ്യണം. നമ്മുടെ പെരുംജീരകത്തിൻ്റെ പൊടിയാണ്, വലിയ ജീരകത്തിൻ്റെ പൊടിയില്ലേ, അത് ഇട്ട് കൊടുക്കണം കേട്ടോ. മസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ചില റെസിപ്പിക്ക് നമ്മുടെ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് ചിലത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഒരു ഐറ്റമാണ് പെരുംജീരകത്തിൻ്റെ പൊടി. അപ്പം അത് എന്തായാലും ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ നമ്മൾ ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് നമ്മൾ ഇളക്കി മിക്സാക്കി കൊടുക്കുക. ചിക്കൻ റോസ്റ്റാണ്, അപ്പം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല, വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയില്ല. അപ്പോൾ നല്ലതുപോലെ അടി കരിഞ്ഞു പോകാത്ത രീതിയിൽ കൈവച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല മുരിഞ്ഞ പൊറാട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാത്തിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ്. എന്തായാലും പൊറാട്ടിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും രക്ഷയില്ലാത്ത ഐറ്റമാണ്. അപ്പം എന്തായാലും ഈ ഒരു ഐറ്റം നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള ചിക്കൻ റോസ്റ്റാണ്. അപ്പം
ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോസിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.